ഹലോ എവരിവൺ, നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ടിക്ടോക്ക് ആഡ്സ്. ഇപ്പം ഇന്ത്യയിൽ ബാൻഡ് ആണ്, ഇവിടെ കുഴപ്പമില്ല. അപ്പം ദുബായിൽ എന്നിട്ട് എങ്ങനെയാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ. വളരെ ഈസിയാണ്, അടിപൊളി ഒരു പിന്നെ എന്താ പറയുക, നല്ല ഇന്റർഫേസാ ഈ പറയുന്ന ടിക്ടോക്ക് ആഡ്സിന്റെ. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം അഡ്വർടൈസിങ്, ആദ്യം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ads.tiktok.com/business/en എന്ന് പറയുന്ന URL അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾക്ക് പിന്നെ ടിക്ടോക്ക് അക്കൗണ്ട് വേണം. നോർമൽ ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബിസിനസ് സെന്ററും ഉണ്ട്, ആഡ്സ് മാനേജറും ഉണ്ട്. ആദ്യം നമുക്ക് ബിസിനസ് സെന്ററിൽ പോവാം, എങ്ങനെയാ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, വളരെ വളരെ നല്ല ഇന്റർഫേസ് ആണ്, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി ഈ പറയുന്ന പിന്നെ മെറ്റയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും എന്തൊക്കെയാണ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നോർമലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പം മെറ്റയിലാവുമ്പം നമുക്ക് പിന്നെ ബിസിനസ് യൂട്ട് അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇപ്പം അസറ്റ്സ്, അക്കൗണ്ട്സ്, യൂസേഴ്സ്, അഡീഷണൽ ആയിട്ട് ആൾക്കാരെ ആഡ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആഡ്സ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പം ആഡ്സ് മാനേജർ ഇവിടെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ഹംബർഗ് ബട്ടൺ ഉണ്ട്. അപ്പൊ അവിടെ ആഡ്സ് മാനേജർ എടുക്കുക. എന്നിട്ട് ആഡ്സ് മാനേജർ നല്ല അടിപൊളി നല്ല ഇന്റർഫേസ് ആണ്. ഈ ആഡ്സ് മാനേജർ ആണല്ലേ നല്ല ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഓൾറെഡി ഈ മെറ്റയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ പാടില്ല ഇത് നമുക്കിത് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ജസ്റ്റ് റീചാർഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട് ഇവിടെ. വീഡിയോ വ്യൂസ്, അങ്ങനെ കൺവേർഷന് വേണ്ടിയിട്ടുള്ള ലീഡ് ജനറേഷൻ, സെയിൽസ്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വാരി വലിച്ചൊന്നും ഇല്ല ഒരു കാര്യവും. അപ്പോൾ നമുക്ക് നെയിം ഒന്ന് മാറ്റി കൊടുക്കാം. ഇന്നത്തെ ഡേറ്റ് 9. ഡെയിലി ബഡ്ജറ്റ് ഒരു 50 പിന്നെ ദിർഹം എങ്കിലും കൊടുക്കണം, ആഡ് ചെയ്യണം. ഓക്കെ, ഡെയിലി ബഡ്ജറ്റ് ആഡ് ചെയ്തു. മിനിമം ആണ് കേട്ടോ 50. അപ്പൊ 3 സ്റ്റെപ്പ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി ആഡ് ഗ്രൂപ്പ് ആണ്, അതില് 9 കുറച്ച് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഒന്ന് സെറ്റിങ്സ്. ഓക്കെ, പിന്നെ അതുപോലെ ഡെമോഗ്രാഫിക്സ് അറിയാലോ. ഇപ്പൊ ലൊക്കേഷൻ എവിടെയാണ്, ഏജ്, ജെൻഡർ, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ കസ്റ്റം ഓഡിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ കസ്റ്റമായിട്ട് ഓഡിയൻസ് ഇടാൻ വേണ്ടി പറ്റും. അതും പിന്നെ നമ്മുടെ മെറ്റയിലൊക്കെ ഉണ്ടല്ലോ, കസ്റ്റം ഓഡിയൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടി, അഡീഷണൽ എക്സൽ ഷീറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള. പിന്നെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, സ്പെൻഡിങ് പവർ, ഇതെല്ലാം. സ്പെൻഡിങ് പവർ നമ്മുടെ മെറ്റയില് ഇല്ല കേട്ടോ. ഇന്ത്യയിലുള്ള മെറ്റയില് സ്പെൻഡിങ് പവർ ഒന്നും ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ ആ ഒരു ഫിനാൻഷ്യൽ ഏരിയ ഒക്കെ അത് കട്ട് ചെയ്തിട്ടിരിക്കുവാണ്. ഡീറ്റെയിൽ ടാർഗറ്റിംഗ്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്. പിന്നെ ഡിവൈസ് കാര്യങ്ങൾ, ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ ഡിവൈസിലുള്ള ആൾക്കാരെ മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിങ്, നമ്മൾ 50 കൊടുത്തിട്ടുണ്ട്, 50 ദിർഹം കൊടുത്തിട്ടുണ്ട്. അപ്പം ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ
നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കും ഏത് ഡേറ്റും ടൈം. നമുക്ക് വേണമെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് ഇടാം. നമുക്ക് നാളത്തേക്കാണ് ഇത് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാളത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. എത്ര പിന്നെ എൻഡിങ് ടൈമും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബിഡിങ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. Optimization of frequency, show ads number more than 3 times every 7 days. ഇതിപ്പം ഒരാളെ തന്നെ 3 പ്രാവശ്യമായിട്ട് കാണിക്കുന്നത് ഫ്രീക്വൻസി ക്യാപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ഷോ ആഡ്സ് നമ്പർ മോർ ദാൻ വൺസ് എ ഡേ എന്ന് പറയുന്ന ഏത് ഓപ്ഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റം ചെയ്യാം. ആ ഫ്രീക്വൻസി കസ്റ്റം ചെയ്യാം നമുക്ക്. ഒരാളെ 3 വട്ടം കാണിക്കണ്ട, ഇപ്പൊ 7 days 3 ടൈം കാണിക്കണം, 7 days 1 ടൈം മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ കാണിക്കുക. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഒരു 7 days ഒരു 3 മിനിമം, അല്ലെങ്കിൽ 7 days 7 ടൈംസ് കാണിക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു പിന്നെ നമുക്ക് ഫ്രീക്വൻസി അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിഡിങ് എങ്ങനെ എത്രയാണെന്നാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. ബിഡിങ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബിഡിങ് എമൗണ്ട് ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക പുറത്ത് പോയിട്ട്. ഡെലിവറി ടൈപ്പ് ഇനി കണ്ടിന്യൂ കൊടുക്കാം. എൻ്റെ അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സിംഗിൾ വീഡിയോ ആണെങ്കിൽ കരൽസിൽ ഇമോജി ഒക്കെ നമുക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കരൽസിലായിട്ട് മാറി മാറി വരുന്ന രീതിയിൽ. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും, കാണിക്കുക. ഇപ്പൊ നമുക്ക് വീഡിയോ ഓൾറെഡി പിന്നെ അക്കൗണ്ട് ഇട്ടിട്ടുള്ള വീഡിയോ തന്നെ കൊടുക്കാം. സിംഗിൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരിക, എന്നിട്ട് ആഡ് ഫ്രം ലൈബ്രറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ടിക്ടോക്ക് പോസ്റ്റ് ഓൾറെഡി ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. കണ്ടിന്യൂ കൊടുത്തു. ഇത് പോസ്റ്റാണ്, അപ്പം അതാണ് എനിക്ക് അഡ്വർടൈസിങ് ചെയ്യേണ്ടത്. മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അതിൽ മ്യൂസിക് ഒക്കെ ഉണ്ട്. പിന്നെ കോൾ ടു ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ ക്ലിക്ക് ബട്ടൺ, ഇതുപോലെ ഡൈനാമിക് കോൾ ടു ആക്ഷൻ ബട്ടണൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. താഴത്തുണ്ടോ ഇവിടെ ആയിട്ട്, അതാണ് സ്റ്റാൻഡ്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ്, ഷോപ്പ് നൗ എന്നൊക്കെ പറയുന്ന, അപ്ലൈ നൗ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. പിന്നെ URL കൊടുക്കാവുന്നതാണ്. URL ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ URL, അല്ലെങ്കിൽ എങ്ങോട്ടാണോ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്, ട്രാഫിക് കൊണ്ടുവരേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാം പിന്നെ നമ്മുടെ വെബ്സൈറ്റിലോട്ടായിരിക്കും ട്രാഫിക് പോവുക. അപ്പം വെബ്സൈറ്റ് കൊടുക്കുക. കസ്റ്റം പേജ് ആണ്, അപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടേ. ട്രാക്കിംഗ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രാക്കിങ് വെബ്സൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഇട്ടിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഓരോ സെയിൽസ് നടക്കുമ്പോഴും, അല്ലെങ്കിൽ CRM ഉണ്ടെങ്കിൽ CRM ആണെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ സെയിൽസ് നടക്കുമ്പോഴും നിങ്ങൾക്ക് എന്താ വെച്ചാല് ഈ ടാർഗറ്റിങ് മിക്കവരും അത് കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെബ്സൈറ്റ് ഉണ്ടാവില്ല ചെറിയ ചെറിയ കമ്പനീസിനൊന്നും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവര് ഈ പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യത്തില്ല. എന്നിട്ട് സെയിൽസ് വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് വേറെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഒരു ഡൊമൈൻ ഒക്കെ എടുക്കുക, അത് ഹോസ്റ്റിംഗ് ചെയ്യുക, ഹോസ്റ്റിംഗ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഗൂഗിൾ ടാഗ് മാനേജർ എന്നൊക്കെ പറയുന്ന ഗൂഗിൾ അനലിറ്റിക്സ് അങ്ങനെയൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ട്. അതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഈ പറയുന്ന ലിങ്കുകൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാണ്ട് വരും. ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വെബ്സൈറ്റ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ആഡ് അക്കൗണ്ടിലേക്ക് പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ആവും. അപ്പോൾ ഇൻഫർമേഷൻസ് പാസ് ആകുമ്പം ഒരു സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റ് ഒരു സെയിൽസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിലാണ് ഈ ഫോം ഉള്ളത്, ഫോം അപ്പം ഫില്ല് ചെയ്തിട്ട് ക്ലിക്ക് അടിക്കുമ്പം ആ ഫോം ഫില്ല് ചെയ്താൽ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ കാണിക്കും. പിന്നെ തേർഡ് പാർട്ടി ട്രാക്കിംഗ് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാം. പബ്ലിഷ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പബ്ലിഷ് ആവും. പക്ഷെങ്കിൽ ഇതിൽ നമ്മൾ പിന്നെ എമൗണ്ടിന്റെ ഏരിയാസും കൂടെ 1 എറർ ഉണ്ട്. ഓക്കെ, അപ്പം അത് ഓക്കെ, പബ്ലിഷ് കൊടുക്കുക. ഇപ്പോ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആഡ് ബില്ലിംഗ് ഇൻഫർമേഷൻസ്, ഇത് ഒറ്റവട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണിക്കത്തില്ല. അപ്പം ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ ബില്ലിങ്ങിലോട്ട് പോകും. ആ ബില്ലിങ്ങിൽ നമുക്ക് പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് കാർഡ് നമ്പരൊക്കെ, ഇത് എൻ്റെ പുതിയ പിന്നെ ടിക്ടോക്ക് ആഡ് അക്കൗണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബില്ലിങ്ങും പരിപാടിയെല്ലാം നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പിന്നെ ഇത്രേ ഉള്ളൂ കാര്യം. ഓൾറെഡി മെറ്റാ ആഡ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫില്ല് ചെയ്ത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലീഡ് ജനറേഷൻ ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻക്വയറീസ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിച്ചേക്കുന്ന ഇത് കണ്ടോ, സൈഡിൽ കാണിച്ചേക്കുന്ന ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം. ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ട്, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഡ് അക്കൗണ്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ് ലൈവായിട്ട് തന്നെ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.